ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി മട്ടൻ റോസ്റ്റ് ആണ്. അതും നാളികേരക്കൊത്തിട്ടിട്ടാണ് വരട്ടിയെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് മട്ടൻ വേവിച്ച മട്ടനാണ്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പിട്ടിട്ട് വേവിച്ച മട്ടനാണ് കേട്ടോ. ഇത് മട്ടൻ വേവിക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 3/4 സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂട്ടി തിരുമ്മിയിട്ട് അടുപ്പത്ത് വെച്ച് ഒരു 5-6 വിസിലടിച്ചാൽ മതി, വെന്ത് കിട്ടും. അങ്ങനെയുള്ള മട്ടനാണിത്. അതുപോലെ തന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്താൽ മതി. കുരുമുളക് പൊടി അധികമായാൽ ഭയങ്കര എരിവാകും. അപ്പോൾ 3/4 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നാളികേരക്കൊത്തിട്ടാണ് വറുക്കുന്നത്. അപ്പോൾ ഒരു പിടി നാളികേരക്കൊത്ത്. ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല ചേർത്തിട്ടാണ് നമ്മളിത് വരട്ടിയെടുക്കാൻ പോകുന്നത്. മസാല എന്താണെന്ന് കാണിക്കാം. ഇതാണ് മസാലക്കൂട്ട്. ഇത് ചതച്ചെടുക്കണം. അതായത് മസാലപ്പൊടി ഉള്ളവർക്ക് ഗരം മസാല ചേർക്കാം. ഇങ്ങനെ മസാല റോ ആയിട്ടുള്ള മസാല ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പട്ടയുടെ 2-3 കഷ്ണം പട്ടയും അതുപോലെ തന്നെ കരയാമ്പൂവും ഏലക്കായ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണോളം പെരിഞ്ജീരകം. ഇത് സാജീരകമാണ്. അതൊരു 1/4 സ്പൂണോളം മതി. ഇതാണ് കൂടുതൽ സ്മെല്ല് കൊടുക്കുന്നത്. ഈ മസാലയ്ക്ക് സ്മെല്ല് കൊടുക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ സാജീരകമാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കാന്താരി മുളക് വേണം ഇതിലേക്ക്. സാധാരണ മുളക് ഞാൻ ഉപയോഗിക്കുന്നില്ല, കാന്താരി മുളകാണ് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം. ഈ മസാല എല്ലാം കൂടിയിട്ട് ചതച്ചെടുക്കുകയാണ് നമ്മൾ വേണ്ടത്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ 1/2 സ്പൂണോളം മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഒരു സവോളയുടെ ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞത്. സവോള അധികം ഉണ്ടാവുന്നത് ഈ കറിക്ക് അധികം ടേസ്റ്റ് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സവോള എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. മസാലകൾ ഓരോന്നായിട്ട് നമ്മൾ ഇടികല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കാം കേട്ടോ. നമ്മുടെ മസാലയൊക്കെ ചതച്ച് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിൽ സാജീരകത്തിൻ്റെ സ്മെല്ല് നന്നായി ചതഞ്ഞാൽ മതി. നന്നായി അരയൊന്നും വേണ്ട, ചെറുതായി ചതഞ്ഞാൽ മതി കേട്ടോ. സാജീരകത്തിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലാണ്. സാജീരകം എന്ന് പറഞ്ഞാൽ സാധാരണ കറിക്ക് ഉപയോഗിക്കുന്ന ജീരകമല്ല. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു. പാൻ ഏകദേശം ചൂടായിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയുടെ ആ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായി വഴന്ന് വരണം കേട്ടോ. സവാള നന്നായി വഴന്ന് വരുന്ന സമയത്താണ് നമ്മൾ പൊടികളൊക്കെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചെറുതായി നന്നായി ഒന്ന് വഴന്ന് വരണം. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും നമ്മൾ നേരത്തെ തന്നെ മട്ടനിൽ ഇട്ട് വേവിച്ച കാരണം പിന്നീട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ മസാലപ്പൊടിയുടെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ മസാല പൊടികളൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് വേപ്പില ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് വേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൂട്ടിയ ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് പുളിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. തക്കാളിയുടെ ആവശ്യമില്ല. നന്നായി ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് നാളികേരക്കൊക്കെ ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ മട്ടൻ നന്നായി എണ്ണ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ചെറുതായി ഉണ്ടായിരുന്ന വെള്ളമൊക്കെ വലിഞ്ഞ്
നന്നായി എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. നാളികേരക്കൊത്തിരിക്ക് നന്നായി മസാല കുറച്ച് പിടിക്കണം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ മസാലയൊക്കെ നാളികേരക്കൊത്തിലേക്ക് പിടിക്കണം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് നേരം ഈ അടുപ്പിൽ തന്നെ വെക്കണം. അപ്പം നമ്മുടെ മട്ടൻ നാളികേരക്കൊത്തിട്ട് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.